മുൻപ് എനിക്ക് എൻ്റെ വീട്ടിലെ ചോറ് വെക്കണം, ചോറ് വെക്കണം, എൻ്റെ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഡോണ്ട് റിപ്പീറ്റ്. ഈ ക്ലാസ്സിലത് റിപ്പീറ്റ് ചെയ്യരുത്. എൻ്റെ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കണം. നോക്കിക്കോളൂ, നോക്കിയാൽ നല്ലത്. അതെല്ലാം ചെയ്തിട്ട് വേണം എനിക്ക് വീഡിയോ കണ്ടിട്ട് അതിന് പോസിറ്റീവ് നെഗറ്റീവ് കമൻറ്റ് അയക്കണം എന്ന് തീരുമാനിക്കുക. എൻ്റെ ചങ്ങാതി, ഇത്രയും തിരക്കുള്ള ആളാണോ നിങ്ങൾ? നിങ്ങളാണോ ഇത്രയും തിരക്കുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നിട്ട് തീരുമാനിക്കും കൊച്ചിൻ്റെ കാര്യങ്ങൾ. അതിന് ഇതെല്ലാം ചെയ്തിട്ട് വേണം എനിക്ക് വീഡിയോ കണ്ടിട്ട് അതിന് പോസിറ്റീവ് കമൻറ്റ് നെഗറ്റീവ് കമൻറ്റ് അയക്കണം എന്ന് തീരുമാനിക്കാൻ. നിങ്ങൾ എന്താ മറ്റേ കമ്മിറ്റി കൂടി തീരുമാനിക്കുമോ? ഞാനും അപ്പനും സുഭദ്രയും എന്ന് പറഞ്ഞ നിങ്ങൾ കമ്മിറ്റി കൂട്ടിയാൽ തീരുമാനിക്കൽ നിങ്ങൾ എന്ത് കമൻറ്റ് അയക്കണം എന്നുള്ളത് എന്ന് തീരുമാനിക്കാൻ സമൂഹത്തിലെ നികൃഷ്ട ജീവിയായ അമൽ, സുകന്യ, പിന്നെ ഇപ്പോഴത്തെ ഒരു നികൃഷ്ട ജീവിയായ ദീപ്തി. നികൃഷ്ട ജീവി നമ്പർ 1, 2 സുകന്യ, 3 ദീപ്തി. പിന്നെ അടുത്തതായില്ലേ, പിന്നെ 4ാമത്തെ നികൃഷ്ട ജീവി ഓഫ് ദി 4th പൊസിഷൻ ഗോസ് ടു നികൃഷ്ട ജീവിയായ ദീപ്തി. പിന്നെ ഇപ്പോൾ നിനക്കുമാണ് ഞാൻ കൂടുതലായി നെഗറ്റീവ് അയക്കുന്നത്. എന്തിന്? അമ്മേനെ പറഞ്ഞാണോ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് കാര്യം? അല്ല, അമ്മയെ പറ്റി ഓരോരുത്തരൊക്കെ വീഡിയോ ഇട്ട് ഞാൻ കണ്ടു. അപ്പോഴാണോ അറിഞ്ഞേ ഇങ്ങനെ നമ്മളെ കുറിച്ച് ഇടുന്ന കാര്യമൊക്കെ അറിഞ്ഞു? എന്നിട്ട് എന്നോട് അമ്മയോട് എന്നാ പറഞ്ഞു കൊടുത്ത്? അമ്മയോട് പറഞ്ഞൊക്കെ പറഞ്ഞതാ. അപ്പൊ എന്നാ പറഞ്ഞ അമ്മ? അങ്ങനെ പറഞ്ഞു, ഇടത്തില്ലെന്ന് പറഞ്ഞു. നമസ്കാരം. ഞാൻ ഈ ഒരു വീഡിയോ സത്യത്തിൽ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഞങ്ങളിങ്ങനെയൊക്കെയാണ് ദീപ്തി ടീച്ചറുടെ, പിന്നെ അതുപോലെ മറ്റുള്ള ഈ VR ഇൻ ലവ് സ്റ്റാർട്ടിങ്ങിലൊരു ഇഷ്യൂ വരാനുള്ള റീസൺ തന്നെ. സ്റ്റാർട്ടിങ്ങിലൊരു ഇഷ്യൂ ഉണ്ട്, സീരിയസ്ലി ഞാൻ കട്ട് ചെയ്യുന്നില്ല, അത് അങ്ങനെ തന്നെ പറഞ്ഞു പോകണം. ഞാൻ ഇങ്ങനെയല്ല സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ച്. എന്താ റീസൺ എന്നറിയാം? ഞാൻ ഇന്നലെ ഈ സ്ത്രീയുടെ ഒരു കമൻസ്, ഒരു വീഡിയോക്ക് റിയാക്ട് ചെയ്തില്ല. VR ഇൻ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള അവർ പോയി കണ്ടിട്ടുള്ള വീഡിയോക്ക് റിയാക്ട് ചെയ്തു. അത് രണ്ടാമത് അവർ ഇട്ടിട്ടില്ല, അവർ ആ ഷോപ്പിൽ പോയിട്ടുള്ള വീഡിയോക്കാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അത് റിയാക്ട് ചെയ്യണം, കാരണം അങ്ങനെയാണല്ലോ ഒരു കാര്യങ്ങളുള്ളത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ കേസ് ഇത് കഴിഞ്ഞാൽ പിന്നെ അത് വിടലിലാണ് സാധാരണ, അങ്ങനെ വിട്ടതായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ നോക്കുന്ന സമയത്ത് എൻ്റെ കമൻറ്റ് ബോക്സിൽ, ഞാൻ ഇന്നലെ അവർ അൺബ്ലോക്ക് ചെയ്തിരുന്നു, കമൻറ്റ് ബോക്സിൽ അവർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ്. അപ്പോൾ ഞാനതിന് നമ്മളതിന് റിയാക്ട് ചെയ്യുക എന്നുള്ള കണ്ടീഷനിൽ വേറൊരു മൂഡിലാണ് ഞാൻ ഇരുന്നത്. പക്ഷേ അത് കമൻറ്റ്സ് ഒരുപാട് വായിച്ചു നോക്കിയ സമയത്ത് ഒരുപാട് പേര് കമൻറ്റിൽ പറയുന്നുണ്ട് ഇവർ ആദ്യത്തെ വീഡിയോ, ഞാൻ ജസ്റ്റ് എന്താ വെച്ചാൽ ഇവരെ കാണുന്ന വീഡിയോ ആണ്, കണ്ട ഉടനെ അത് റിയാക്ട് ചെയ്തത്. പക്ഷെ അവർ ആദ്യം അവരുടെ വീട്ടിൽ ആ കുട്ടീനെ പോയിട്ട് ഈ VR ഇൻ ലവ് എന്ന് പറഞ്ഞവർ ഈ സ്ത്രീയുടെ വീട്ടിലുള്ള ആൾക്കാർ, ഞാൻ എന്ത് ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവില്ലേ? അപ്പോൾ അതിൻ്റെ വീട്ടിൽ ആ കുട്ടീനെ പോയി കാണുന്ന വീഡിയോ ഞാൻ ഓടിച്ചിട്ടുള്ള കണ്ടിട്ടുള്ളത്. ഓക്കെ, കാരണം വെച്ചാൽ നമുക്ക് ഓൾവേസ് ഈ ഒരു ടോപ്പിക്ക് ഫോളോ ചെയ്യുന്നുണ്ട്, ഈഗർ ടു സീ ദി അതർ ലേഡി, അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് രാവിലെ വീണ്ടും, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം കമൻറ്റൊക്കെ സ്ക്രീൻഷോട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്ത്, പിന്നെ മാത്രമല്ല എൻ്റെ പോലെ തന്നെ കോൺറ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ കമൻറ്റ്സ് എല്ലാവരും കണ്ടിട്ടുണ്ട്, എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും എന്ത് സ്ത്രീയാണ് ഇവർ, എന്താ ഒരു സ്ത്രീ, അങ്ങനെ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇവരുടെ ആദ്യം ഇവർ വീട്ടിൽ പോണ വീഡിയോ കാണാനുള്ള റീസൺ എന്നറിയാമോ? കുറച്ച് പേര് കമൻറ്റിൽ എഴുതിയിട്ടുണ്ട് ഇവർ ചെയ്ത് ശരിയായില്ല, ആ വീട്ടിൽ ആ കുട്ടീനെ പോയി കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, പോകാൻ ഇവർ വീട്ടിൽ കുട്ടീനെ കാണിച്ചിട്ടൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി ആ വീഡിയോ എടുത്ത് കണ്ടു. സീരിയസ്ലി കാണണ്ടെന്ന് തോന്നുന്നത്. കാരണം വെച്ചാൽ ഈ സ്ത്രീക്ക് കമൻറ്റിന് മറുപടി കൊടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് കൊടുക്കും, പക്ഷെ അത് കൊടുക്കാനുള്ള പഴയ മൂഡ് പോയി. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച രീതിയിലായിരിക്കോ ഈ വീഡിയോ എന്നുള്ള അറിയില്ല. നമുക്ക് ഏതായാലും ഞാൻ ആ കമൻറ്റ്സ് വായിക്കാം. കമൻറ്റ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയണമെന്നറിയോ? എനിക്ക് ഭയങ്കര വിഷമമായി പോയി. നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ് ഉണ്ടല്ലോ, ഭയങ്കര വിഷമമായി പോയി. ഞാൻ അവർ കുഡ് ഹാവ് ബീൻ അവോയ്ഡഡ് എന്നും എനിക്ക് 50-50 പറയാം. ഞാൻ ഏത് ഭാഗം നിൽക്കണം എന്ന് എനിക്കറിയില്ല. അതായത് ആ വീട്ടിൽ ആ കുട്ടിയുടെ അടുത്ത് പോയി ചോദിച്ചു, ഈ സ്ത്രീ എന്താ പറയുക, ഈ മാതാപിതാക്കൾ ചെയ്യുന്ന സംഭവം അനുഭവിക്കാൻ മക്കളാണ്. ഇത് മാത്രമല്ല എല്ലാ സംഭവങ്ങളും. ഞാൻ എന്തെങ്കിലും വിശ്വസിക്കുന്നു, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ മക്കളാണെന്ന് പറയും അല്ലേ? അപ്പോൾ നമ്മൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് എന്തിനാണ് നമ്മൾ പാഠം പഠിച്ചിട്ട് ഇത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്നറിയാം. പക്ഷേ ദിസ് ഇസ് വാട്ട് എൻ്റെ രീതി ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു കേട്ടോ. എന്നോട് പല ആൾക്കാരും വീഡിയോസിൽ കമൻറ്റ് ഇട്ടത്, ബ്രോ അങ്ങനെയൊന്നും സംസാരിക്കേണ്ട അവരോട്. പക്ഷേ എനിക്കങ്ങനെ കഴിയുന്നില്ല, എൻ്റെ രീതി ആയതുകൊണ്ട് ഞാൻ പറയാം. ഈ കുട്ടികൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾ കാണുന്ന എൻ്റെ വീഡിയോ കാണുന്നത് ഇതൊക്കെ വേറെ രീതിയിലാണ് കൊടുക്കുക, ആ രീതിയിലാണ് അവർ കമൻറ്റ് ഇട്ടുള്ളത്. ഞാനത് റിയാക്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത്, നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഈ കാണുന്ന വ്ളോഗ്സൊക്കെ കാണുന്ന സ്ഥലത്ത്
ഏതെങ്കിലും ഒരു കുട്ടി നിങ്ങളുടെ കൂട്ടറെ പോലെ അനുഭവിക്കുന്ന ഒരു കുട്ടി ഉണ്ടോ? നിങ്ങൾ ശരി, ഞാനങ്ങനെ പറയാൻ പാടുമെന്ന് എനിക്കറിയാം, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. മക്കളെ വെച്ച് പറയാറില്ല, എനിക്ക് അത്രയും ഇതാണ് നമുക്കറിയാതെ. നിങ്ങൾ എന്നെ കുറിച്ച് പറയുമെന്ന് എനിക്കറിയാം, നോ പ്രോബ്ലം. നിങ്ങൾ പറഞ്ഞോ, എന്താ വെച്ചാൽ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിനൊക്കെ ഞാൻ മറുപടിയും തരാം. പക്ഷെ നോക്കൂ, നിങ്ങൾ ഈ കാണുന്ന ബ്ലോഗ്, ഇപ്പോൾ ഈ അമലാണെങ്കിൽ അവർ 2 കുട്ടികളെയും കൊണ്ടുവന്നിട്ടില്ല, 2 കുട്ടികളല്ലേ, 2 കുട്ടികളെയും കൊണ്ടുവന്നിട്ടില്ല. ഇവരൊക്കെ മക്കളുണ്ട്. ഈ മക്കളൊക്കെ വളരുന്ന പോലെയാണോ നിങ്ങളുടെ ആ പാവം ആ പിഞ്ചും പൈതൽ വളരുന്നത്? അങ്ങനെയാണോ ആ കുട്ടി വളരേണ്ടത്? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ജന്മം നൽകി എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അത് ഞാൻ പറയില്ല, നിങ്ങളുടെ ഈ പ്രവൃത്തി കാരണം പാവം അതിൻ്റെ അവസ്ഥ എന്താ? ബുക്കും കൊണ്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. കയറി ചെന്ന് ചോദിച്ച ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എനിക്കും തോന്നുന്നു, ഇവർ പോയതിൽ തെറ്റ് ഞാൻ പറയുന്നില്ല, വീഡിയോ എടുത്തതല്ല തെറ്റ്. എനിക്ക് വിഷമം തോന്നിയ സംഭവം എന്താ അറിയോ, ഇവർ ആ ചോദിക്കുന്ന ചോദ്യങ്ങൾ, എനിക്ക് തോന്നുന്നു അമൽ കരഞ്ഞോ എന്ന് തോന്നുന്നു. അവൻ കണ്ണ് ഇങ്ങനെ ആക്കുന്നത് കണ്ടു. ഇനിയിപ്പോൾ കരഞ്ഞാണോ കരണ്ട് പോയതാണെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് സങ്കടം വന്നു പോയിട്ടോ, സീരിയസ് സങ്കടം വന്നു പോയി. കാരണം ആ കുട്ടിയോട് ചോദിക്കുന്ന സമയത്ത് ആ കുട്ടി പറഞ്ഞ മറുപടിയും പേര് എനിക്കറിയില്ല, എനിക്ക് എങ്ങനെ അതിനെ പറയാറില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയും, മിക്സ്ഡ് അഭിപ്രായമായിരിക്കും. പിന്നെ ഈ കമൻറ്റ് എഴുതുന്നവർ ഫേക്കാണോ അത് അവരെന്നെ ഐഡിയ ആണോ എന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, ആ കുട്ടിയുടെ മുഖം കണ്ട സമയത്ത് ഭയങ്കര വിഷമമായിപ്പോയി. ഇത് പറയണം തോന്നിപ്പോയി വീഡിയോ, സീരിയസ്ലി. അത് റിയാക്ഷൻ ചെയ്ത ആൾക്കാരുടെ വീഡിയോ ഒക്കെ മോൻ കണ്ടില്ലേ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും അതിൽ പെടും. പക്ഷേ നമ്മൾ ചെയ്യാനുള്ള റീസൺ ഇതാണ്. ഇവർ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, അവർ ചെയ്യുന്ന സംഭവം കൊണ്ട് അനുഭവിക്കുന്നത് അവർക്കിതൊരു വിഷയമല്ല എന്നുള്ളത് അവരിന്ന് രാവിലെ ഇട്ട കമൻസ് തെളിയിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുക്കുന്ന സെൻസ് നമ്മൾ കഴിഞ്ഞു. ഞാൻ എന്താ പറയുക, കഷ്ടമാണ് ആ കുട്ടിയുടെ കാര്യം. അമലിൻ്റെ വീഡിയോ, അമൽ കുറച്ച് കാര്യങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്, അത് നമ്മൾ റിയാക്ഷൻ എടുക്കുന്നുണ്ട്. ഇനി ഞാൻ എൻ്റെ കമൻറ്റിലേക്ക് കിടക്കാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. സീരിയസ്ലി ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മൾ ഒരു മൂഡൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ ആ വീഡിയോ കണ്ടപ്പോൾ സമയത്ത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, നിങ്ങൾക്ക് വളരെ ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ചാനലാണ് എൻ്റെ നിങ്ങൾക്കറിയാൻ, അങ്ങനെയൊന്നും പറയാറില്ല അല്ലേ. പക്ഷേ ഈ വീഡിയോ ദയവ് ചെയ്ത് ഞാൻ ഇവരുടെ കമൻറ്റ് വായിക്കാൻ പോവാണ്. കഴിയുന്നതും അവർ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ ഞാൻ ഹൈഡ് ചെയ്യാം, സ്ക്രീനിൽ ഞാൻ കാണിക്കാം. പക്ഷേ ഇതും കൂടി കാണണം, ഇതോടുകൂടി ഇവർ ഈ ഒരു ടോപ്പിക്ക് വിടുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു റിക്വസ്റ്റാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവർ എഴുതിയിട്ടുള്ള കമൻറ്റ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, വായിക്കുന്നു. ചില പദങ്ങൾ ഞാൻ മ്യൂട്ട് ചെയ്യുന്നു, ദയവ് ചെയ്ത് ഹെഡ്സെറ്റ് വെച്ച് കേട്ടോളൂ. എടാ നിനക്ക് ചൊറിയും കുത്തി അല്ലടാ. P3 സ്റ്റാർ എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും. P സ്റ്റാർ മോനെ, 3 സ്റ്റാറാണ്, 3 സ്റ്റാർ ഇടാൻ പറ്റുള്ളൂ ചേച്ചിക്ക്, 5 സ്റ്റാറൊക്കെ പ്രതീക്ഷിച്ചു. P സ്റ്റാർ മോനെ ഇരിക്കുന്നത്, എനിക്ക് നല്ല ഒന്നാന്തരം ജോലിയും കാര്യങ്ങളും ഉണ്ട്. ഒന്നാന്തരം ജോലി, അയ്യോ ജോലി നമ്മൾ കുറ്റപ്പെടുത്തലുണ്ട്, ആ ജോലി ചെയ്തിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. സ്റ്റേഷനറി ഷോപ്സിലൊക്കെ നിന്നിട്ട് അധ്വാനിച്ച് കുടുംബം പുലർത്താൻ വേണ്ടി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയും നിങ്ങൾ ചെയ്യുന്ന ആ ജോലി നിങ്ങളും കൂടെ ഒരു ഗണത്തിൽ ദയവ് ചെയ്ത് നിങ്ങൾ പെടുത്താതിരിക്കാം. അങ്ങനെ ഒന്നാന്തരം ജോലിയും കാര്യങ്ങളും ഉണ്ട്. ജോലിയും ഇസ് ഫൈൻ, കാര്യങ്ങളും ഉണ്ട്, അതാണ് ഏറ്റവും വലിയ സംഭവം. ആ കാര്യം എന്താണെന്നുള്ളത് എല്ലാവരും ഒരു കേരളക്കാരെ ഒട്ടാകെ മനസ്സിലാക്കി. ഒരു കാര്യം പറയാതെ വയ്യ. ഈ 2 വീഡിയോ, VR in Loveൻ്റെ ഒരു വീഡിയോ 12 ഓൺ ട്രെൻഡിങ്, 6 ഓൺ ട്രെൻഡിങ്, ട്രെൻഡിങ് നമ്പർ 12, ട്രെൻഡിങ് നമ്പർ 6 ഒരു കമൻ്റ് ഇട്ടിട്ടുള്ള അക്ക കയറുക എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നക്ക, നിങ്ങളത്രയും ജീവിതത്തിൽ അച്ചീവ് ചെയ്തൊരു വ്യക്തി വേറെ ഉണ്ടായിരിക്കില്ല കേട്ടോ. കമൻ്റ് ഇട്ടിട്ട് കയറാറോ ട്രെൻഡിങ്ങിലേ, ഫേമസ് ആക്കി. യു ആർ ഫേമസ്, നിങ്ങൾ ഫേമസ് ആയി കഴിഞ്ഞു, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഫേമസ് ആയി കഴിഞ്ഞു. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് എടുക്കണമെന്നുള്ള മനസ്സിലായി. ഈ നമ്മുടെ പരിപാടി എങ്ങനെ അറിയാം, ഈ അമ്മ എന്നൊക്കെ പറയണോ, ഈ അക്കേൻ്റെ പരിപാടി എങ്ങനെയാ വെച്ചാൽ ഇവർ വീഡിയോ കാണുമ്പോൾ അപ്പപ്പെടുകയാണ്. എനിക്കൊന്ന് പോസ് ചെയ്തിട്ട് ഗൂഗിളിനോട് പറയുന്നുണ്ട്, കാരണം ആ രീതിയിൽ തോന്നുന്നത്. ഓക്കെ, കാര്യങ്ങളുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിലെ ചോറ് വെക്കണം, എൻ്റെ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഡോണ്ട് റിപ്പീറ്റ്. ഈ ക്ലാസ്സിലത് റിപ്പീറ്റ് ചെയ്യരുത്. എൻ്റെ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കണം. നോക്കിക്കോളൂ, നോക്കിയാൽ നല്ലത്. അതെല്ലാം ചെയ്തിട്ട് വേണം എനിക്ക് വീഡിയോ കണ്ടിട്ട് അതിന് പോസിറ്റീവ് നെഗറ്റീവ് കമൻറ്റ് അയക്കണം എന്ന് തീരുമാനിക്കുക. എൻ്റെ ചങ്ങാതി, ഇത്രയും തിരക്കുള്ള ആളാണോ നിങ്ങളാണോ ദിലീപ് ചോദിച്ചാൽ യു അഗെയിൻ നിങ്ങളാണോ ഇത്രയും തിരക്കുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നിട്ട് തീരുമാനിക്കും കൊച്ചിൻ്റെ കാര്യങ്ങൾ. ഇതെല്ലാം ചെയ്തിട്ട് വേണം എനിക്ക് വീഡിയോ കണ്ടിട്ട് അതിന് പോസിറ്റീവ് കമൻറ്റ് നെഗറ്റീവ് കമൻറ്റ് അയക്കണം എന്ന് തീരുമാനിക്കാൻ. നിങ്ങൾ എന്താ മറ്റേ കമ്മിറ്റി കൂടി തീരുമാനിക്കുമോ? ഞാനും അപ്പനും സുഭദ്രയും എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ കമ്മിറ്റി കൂട്ടി തീരുമാനിക്കൽ നിങ്ങൾ എന്ത് കമൻറ്റ് അയക്കണം എന്നുള്ളത്?
എന്ത് തീരുമാനിക്കാൻ? സമൂഹം പോയി. സമൂഹത്തിലെ നികൃഷ്ട ജീവിയായ അമൽ, സുകന്യ, പിന്നെ ഇപ്പോഴത്തെ ഒരു നികൃഷ്ട ജീവിയായ ദീപ്തി, നികൃഷ്ട ജീവി നമ്പർ 1, 2 സുകന്യ, 3 ദീപ്തി, പിന്നെ അടുത്തതാണല്ലേ, പിന്നെ 4ാമത്തെ നികൃഷ്ട ജീവി ഓഫ് ദി 4th പൊസിഷൻ ഗോസ് ടു നികൃഷ്ട ജീവിയായ ദീപ്തി. പിന്നെ ഇപ്പോൾ നിനക്കുമാണ് ഞാൻ കൂടുതലായി നെഗറ്റീവ് അയക്കുന്നത്. എന്തിന് നിങ്ങൾ പോട്ടെ, നിങ്ങൾ അയക്കട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സമാധാനം കിട്ടുന്നുണ്ട്, നിങ്ങളത് ചെയ്യുമായി അല്ലേ? കഷ്ടം. പക്ഷെ ചോറും കറിയും വെക്കാൻ മറക്കരുത്, കൊച്ചിനെ നോക്കാൻ മറക്കരുത്. കൊച്ചിനെ നോക്കാൻ മറന്നാലും ചോറും കറിയും വെക്കാൻ മറക്കരുത്, പ്രത്യേകിച്ച് ചോറ് വെക്കാൻ മറക്കരുത്. ഓക്കെ, നെഗറ്റീവ് അയക്കുന്നത് 1 കമൻറ്റ് 1. ഞാൻ അടുത്ത കമൻറ്റ് ദയവ് ചെയ്ത് സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, ഞാൻ വായിക്കണോ വേണ്ടയോ അതോ നിങ്ങൾ വായിക്കണോ? പ്രായമുള്ളവർ, കണ്ണ് കാണാത്തവർ, എന്നെപ്പോലെ കണ്ണ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ഇത് കണ്ണട വെച്ച് വായിക്കേണ്ടതാണ്. എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ദീപ്തി ടീച്ചറെ കണ്ടപ്പോൾ നിനക്ക് ഡും അവളും ചേർന്ന് നീ അവസാനമുള്ള വായിക്കാം. നിനക്ക് പെണ്ണുംപിള്ള ഇല്ലാത്തതിൻ്റെ ഡാഷ് ആയിരിക്കും. എൻ്റെ പെണ്ണുംപിള്ളയെ കണ്ടിട്ടുണ്ടോ? എനിക്കറിയാം എൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന്. കഷ്ടം. അല്ല, ഞാൻ എന്തിനാ അവരോട് ഇതൊക്കെ പറയണല്ലേ? ദീപ്തി ടീച്ചറുടെ കമൻറ്റ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ എല്ലാവരും. അല്ല, അവരുടെ സംസ്കാരം ഒരു ഇത് എല്ലാവർക്കും അറിയാമല്ലേ? സംസ്കാരത്തിൽ ശൂന്യവും ശൂന്യതയും എന്നൊക്കെ പറഞ്ഞ ഏതൊരു സിനിമ ഡയലോഗ് ഇന്ദ്രൻസിൻ്റെ. അടുത്തത് വെരി ഇമ്പോർട്ടൻറ്റ്. ബോറടിക്കുന്നുണ്ടോ ആർക്കെങ്കിലും? ചിലപ്പോൾ വീഡിയോ നീളം കൂടട്ടോ, ബോറടിക്കണമെങ്കിൽ ക്ഷമിക്കുന്നതിനോട്. നീ ഡിലീറ്റ് ചെയ്യേണ്ട, തുടർന്ന് നീ ഏതറ്റം വരെയും നീ എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും കിട്ടുമോ അതിനെല്ലാം അടിയിൽ വന്ന് നിന്നെ ഞാൻ നന്നായി പുകഴ്ത്തുമെന്ന കാര്യം ഞാൻ ഏറ്റെട്. ഓക്കെ, നിന്നെപ്പോലെ കണ്ട പെണ്ണുങ്ങളുടെ നല്ലതൊന്നും പറഞ്ഞു നടക്കുന്ന സ്റ്റാർ നന്നായി പറയാവടാ. നീ പേടിക്കണ്ട. നീ സർക്കാർ ജോലിയുള്ള P-സ്റ്റാർ അല്ലേ? നിനക്ക് വേറെ കാര്യങ്ങൾ വന്നോളും. എടാ P-സ്റ്റാർ മോനെ, സർക്കാർ ജോലിയുള്ള ഗസറ്റഡ് യക്ഷി എന്നൊക്കെ പറഞ്ഞില്ലേ, ഇന്ന ഒരു സർക്കാർ ജോലി, നീ സർക്കാർ ജോലിയുള്ള P-സ്റ്റാർ അല്ലേ? നിനക്ക് വേറെ കാര്യങ്ങൾ വന്നോളൂ. എനിക്ക് പറയാം എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ, എന്തൊക്കെ കാര്യങ്ങൾ വരാണ്ട് ചേച്ചി, എന്തൊക്കെ വരാണ്ട്. ബിക്കോസ് യു ആർ ജസ്റ്റ് എ കണ്ടന്റ്, കോണ്ടന്റ് അങ്ങനെ പറഞ്ഞാൽ അറിയാമോ? നീ എന്നോട് തെമ്മാടിത്തരം പറയുമെന്ന് പറഞ്ഞത് വീട്ടിൽ ഞാൻ വന്നോടാ. ഇല്ല കേട്ടോ, നിങ്ങളുടെ വീട്ടിൽ വന്നില്ല. ഡാഷ് മോനെ, നീ ഇല്ലടാ എന്നെക്കുറിച്ച് വീഡിയോ ചെയ്തത്. ഇങ്ങോട്ട് നിന്റെ തീർത്ത് തരാൻ ഇവിടെ ആണുങ്ങളുണ്ട്. ആണുങ്ങളോ ഉണ്ടോ? ഈ ആൺ പെൺ വ്യത്യാസം പറയരുത് കേട്ടോ. ആണുങ്ങളല്ല, ഇന്നത്തെ കാലത്ത് ആണുങ്ങളെ പോലെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് സ്ത്രീകളുണ്ട് കേട്ടോ, നല്ല സ്ത്രീകളുണ്ട്. ഓക്കെ, എവിടെ ആണുങ്ങളൊക്കെ? ഇത് ഏതാ നാട്? ആ നാട്ടിലെ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് താഴെ വന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അടുത്തില്ല, ഇത് മതി, ഇത്ര മതി. ഇതിൻ്റെ ഉള്ളൂ, വേറെ എന്തൊക്കെയാണ് ഇട്ടിട്ട്, വേറെ പിന്നെ തെറിയാണ്, എനിക്കത് എഴുതാൻ വയ്യ. ഓക്കെ, പിന്നെ ഒരു കമൻറ്റ് വേറെ ആളിട്ടോ, രേവതി അരുൺരാജ് ഇട്ടൊരു കമൻറ്റ്. ഇത് എന്നാണ് നടന്നതെന്ന് അറിയില്ല, ബട്ട് കഴിഞ്ഞ ദിവസം അർച്ചന ദേവ് എന്നൊരു കുട്ടിയെ മാരേജിൻ്റെ വീഡിയോയിനിടയിൽ പോയിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്താണെങ്കിലും മിസ് അഖ നിങ്ങൾ സുഖമായിരിക്കുന്നു അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ അമലിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ, അതും കൂടി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ചെന്നതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടി. നമ്മളെ സ്ഥിരം വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു വേട്ടനായയെ നമ്മൾ പോയി കണ്ടുപിടിച്ചു. വേട്ടനായ ഇസ് വെരി പവർഫുൾ. അത് ഉപകാരപ്രദമായ ഒരു ജീവിയാണ്. നായ ഇസ് വേട്ട ആൻഡ് വേട്ട ഇസ് നായ. നായ ഓൾസോ വെരി ഗുഡ്. പിന്നെ വേട്ടനായം കൂടി ആവുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനെ ഉണ്ടാകുന്ന സാധനമല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ കുഞ്ഞിനെ കൊടുത്തിട്ട് ഭയങ്കര വിഷമമുണ്ട്. എനിക്ക് ആ ഭാഗം ഇടണമെന്ന് സത്യം പറഞ്ഞു യാതൊരു ആഗ്രഹമില്ലാത്ത കാര്യമാണ്. പക്ഷെ മോനെ ഇടണ്ടായിരുന്നില്ലടാ, ഇടണ്ടായിരുന്നില്ല എന്നും പറയാൻ വയ്യ. ഇടണ്ടായിരുന്നില്ലടാ, പാവടാ, കുട്ടി പാവടാ. ശരി, ഇടാന്ന് പാവം ബ്രോ കേട്ടോ, കുട്ടി പാവം, സീരിയസ്ലി കുട്ടി പാവം.
ഞാൻ ഇടാന്ന് പ്രായത്തിന് കുറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിച്ചാട്ടോ. സോറി. അത് ഇടുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തം പെറ്റമ്മയെ എനിക്ക് വിശ്വസിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. കാരണം ഞാൻ ചെയ്യാത്തൊരു കുറ്റം അവിടെ ചെന്ന എന്റെ പേരിൽ എന്റെ തലയിൽ കെട്ടിവെച്ച് ഇന്ന് അതിന്റെ പേരിൽ മാസങ്ങളോളം കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാനും അത് എന്റെ കുഞ്ഞിന്റെ 68ാമത്തെ ദിവസം അവരെ കാണിക്കാൻ പോയതിന്റെ ഒരു സമയം. ആ ഒരു സമയം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പോട്ടെ, അതൊരു പേഴ്സണൽ കാര്യം കേട്ടോ. അത് പോട്ടെ, അതൊരു മറ്റേ കാര്യം. എന്നെ ഞാൻ ഭയങ്കര ഒന്നും കൂടി കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തെന്ന് വരെ പറഞ്ഞ് കേസ് കൊടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഭാഗം നമ്മൾ കയറി ചെല്ലുന്നതും എല്ലാം കംപ്ലീറ്റ് നമ്മൾ എടുത്തത്. കാരണം ഇല്ല, ഇവരതിന് ആ കുട്ടിയൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. അവർ കുട്ടീനെ വീഡിയോ കാണിച്ചില്ല. പേര് ഷുഡ് ഹാവ് ബീൻ ഹിഡൻ റൈറ്റ്. അത് അറിയില്ല, എനിക്കതിൻ്റെ പേര് ഒഴിവാക്കാമായിരുന്നു. ആ കുട്ടി പഠിക്കുന്ന സ്കൂളിലും കാര്യങ്ങളിലൊക്കെ. ഇനിയിപ്പോൾ അത് പക്ഷെ ഇതൊക്കെ മാതാപിതാക്കൾ ചെയ്തതിൻ്റെയാണ്. പിന്നെ ഇവർ അങ്ങനെ കുട്ടിയോടൊന്നും പറഞ്ഞില്ല. എനിക്ക് തന്നെ വിഷമം തോന്നിയിരിക്കും അല്ലേ. നമുക്കൊക്കെ ഈ പ്രായത്തിൽ മക്കളില്ലേ അല്ലേ. എല്ലാവർക്കും മക്കളുണ്ട്. സ്ത്രീയെ ഈ പ്രായത്തിലുള്ള കുട്ടികളെല്ലാവർക്കും ഉണ്ട്. ആ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി പഠിച്ച് സന്തോഷമായിട്ട് അവർക്ക് അതിൻ്റെ ഒരു പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ തന്നെ അതിന് എത്രത്തോളം ടെൻഷനും കാര്യങ്ങളും ഉണ്ടെന്ന് അറിയുമെന്ന്. പഠിക്കുന്ന അത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് പഠിത്തത്തിൽ മാത്രമല്ല, സ്കൂളിലെ ടെൻഷൻസ്, ടീച്ചേഴ്സ് കൊടുക്കുന്നത്, അവിടുന്ന് വരുന്നത്, നാട്ടിലെ പ്രശ്നങ്ങൾ, കുട്ടികൾ നാട്ടിൽ സേഫ് അല്ല, ഇതുപോലെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇതിലൊക്കെ കടന്നു പോയിട്ട് ഇതിനൊന്നും അഭിമുഖീകരിക്കാൻ പറ്റാതെ ഇതിനൊക്കെ എങ്ങനെ ചലഞ്ചസ് ഫേസ് ചെയ്യുമെന്ന് അറിഞ്ഞു നോക്കുന്ന കുട്ടിയുടെ മുന്നിലേക്ക് ഇതുപോലെ വാതിൽ മുട്ടി ആൾ കടന്നു വരേണ്ട അവസ്ഥ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ, ഒരു അമ്മ എന്നുള്ള കണ്ടീഷനിൽ യു ആർ എ ബിഗ് ഫെയിലിയർ. പരാജയം, തോൽവി, വട്ടപൂജ്യം. ഞാൻ വെക്കുകയാണ്, എനിക്ക് വയ്യൻ. ഈ ചങ്ങായി പറഞ്ഞ വീഡിയോസൊക്കെ എനിക്ക് വയ്യ, എൻ്റെ മൂഡ് മാറി. സീരിയസ് ആയി ഞാൻ അതൊന്ന് ഓഫ് ചെയ്യട്ടെ കേട്ടോ. എനിക്ക് മൂഡ് മാറിപ്പോയി. ബാക്കിയും കൂടി അമലിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാനിത് നിർത്തി. ഈ പരിപാടി സ്റ്റോപ്പാക്കണം. ഈ വീഡിയോ നമ്മുടെ വീഡിയോ നിർത്തണം. പിന്നെ കമൻ്റ് ഇട്ടുള്ള ആൾക്കാർ പിന്നെ ഇവർ പറഞ്ഞു വേറെ ഏതൊക്കെ ആനി സെബാസ്റ്റ്യനോ അങ്ങനെ ആരൊക്കെ ഉണ്ട്. ഇതൊക്കെ വേറെ ആൾക്കാരാണെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇതൊക്കെ ഇവരെല്ലാം നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഷീ ക്യാൻ ക്രിയേറ്റ് എൻ നമ്പർ ഓഫ് ഐഡീസ്. അവർക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. എത്ര വേണമെങ്കിൽ അവർക്ക് വന്ന് വീണ്ടും പറയാം അല്ലേ. ഫൈൻ, നോ പ്രോബ്ലം. അപ്പോൾ എത്ര തന്നെയുള്ളൂ. ഞാൻ ഒരുപാട് പോസ് ചെയ്തിട്ട് സംസാരിക്കാൻ കാരണം എന്താ പറയുക, എനിക്ക് പല കാര്യങ്ങൾ ഞാൻ പറയണമെന്നുണ്ട്. പക്ഷെ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് ഒഴിവാക്കി വിട്ടിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇപ്പോൾ ഇവൻ്റെ ഈ ഒരു വീഡിയോയിൽ കണ്ടു ഇവർ ഇൻ്റർവ്യൂ കൊടുത്തതിന് അടിയിലൊക്കെ പോയിട്ട് കമൻസ് ഇടുകയാണെന്ന് പറഞ്ഞു. വേറെ ആരൊക്കെ മോശമായിട്ടവരൊക്കെ മേ ബി ദേ ആർ ഗെറ്റിംഗ് പെയ്ഡ്. ഈ ചാനലുകൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ചാനലുകൾ എന്ത് ചെയ്യും, ഇപ്പോൾ എന്നെ വിളിക്കുന്നുണ്ടാവില്ല, പക്ഷെ എന്നാലും എൻ്റെ കാര്യം പോട്ടെ. ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ വി ആർ ഇൻ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള അവരാണ് ഇതിന് വയ്ക്കുന്നതെങ്കിൽ നാളെ ചെയ്യാൻ പറ്റുന്ന സംഭവം. ഇനി വേറൊരു സംഗതിയും കൂടി ഈ സ്ത്രീക്ക് പറഞ്ഞുതരാം. എന്ത് ചെയ്യും, പെയ്ഡായിട്ട് കമൻസ് വെക്കും. പെയ്ഡായിട്ട് കമൻസ് വെക്കുന്ന പറഞ്ഞാൽ ഒരാളെ ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ അയാളുടെ വീക്ക് പോയിൻറ്റ്സ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള കമൻറ്റുകൾ ഈ ചാനലിൻ്റെ ആൾക്കാരിനിടും. അത് ഈ പേരിലിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ തൂങ്ങി നടക്കേണ്ടത് നിങ്ങളാണ്. ഒരു മോഷണം, ഒരു തെറ്റ് ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നാട്ടിൽ അവൻ കള്ളനാന്ന് അറിയപ്പെടും. പിന്നെ ഈ നാട്ടിൽ ഏത് കുറ്റമുണ്ടെങ്കിലും പോലീസ് ആദ്യം തൂക്കുക ഇവനെ. അപ്പോൾ അത് മനസ്സിലാക്കുക. നാളെ റാണി പി പുപ്പു എന്നിട്ടുള്ള എന്തെങ്കിലും ഐ ഡിയിൽ അവർ വേറൊരു ഐ ഡി ഇതിട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റിനും കൂടി ഉത്തരവാദിയാകുക. ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ കേട്ടോ. കയറി ഇറങ്ങി നടക്കേണ്ടി വരും. അരിച്ചാക്ക് എടുത്ത് കൊടുക്കാനും ആ പീഴിൽ ജോലിയൊക്കെ നിന്ന് പോട്ടെ. അതൊക്കെ അവർ അന്നം മുടക്കാൻ പാടില്ല എന്ന് കോടതിൻ്റെ ഉത്തരവുണ്ട് നാളൊക്കെ എഴുതിയിട്ടുണ്ട്. അന്നൊന്നും മുടങ്ങിയിട്ടില്ല. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അന്നം മുടങ്ങുകയാണെങ്കിൽ പിന്നെ അതിനെ നല്ല. വീഡിയോ നീണ്ടു പോകുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ പറയണ്ടെന്ന് വെച്ചിട്ട് നീട്ടിക്കൊണ്ടുപോവാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ ഒരു ടോപ്പിക്കും കൊണ്ട് കാണാൻ വരാത്ത ഒരു പരിപാടിയിൽ നിൽക്കാനുള്ള പരിപാടി കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ. ഇനി വേറെ എന്തൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഒരുപാട് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സ് പോയി നോക്കിയോ, അതിൽ കാണാം. പക്ഷേ മനക്കെട്ടിലുള്ളത് നോക്കിയാൽ മതി. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. പിന്നെ ഒരു കാര്യം ഞാൻ ആവശ്യപ്പെടുന്നു, പ്ലീസ് ദയവ് ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.